സ്വന്തം സ്വത്വത്തെ തിരിച്ചറിയുക, അതിലേക്ക് സഞ്ചരിക്കുക. സമൂഹം തീർത്ത് ഭ്രഷ്ടിനെ മറികടന്ന് അവനവനിലേക്കെത്തിയ കഥ പറയാനുണ്ടാകും അലനെ പോലെയുള്ള ഓരോരുത്തർക്കും. പ്രതിസന്ധികൾക്കിടയിലും സ്വപ്നങ്ങൾ സ്വന്തമാക്കാനുള്ള യാത്രയിലാണ് ഇന്ന് അലൻ ക്രിസ്റ്റഫർ. അതിന്റെ ആദ്യപടിയായാണ് IFFKയിലെ അവതാരക വേഷം. ഫീമെയിൽ ഗെയ്സ് വിഭാഗത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ചിത്രം ദ ബ്രൈഡ്. സംവിധാനം ലെറ്റിഷ കൊളംബാനി. അലൻ ജനിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളമാണ് അലൻ്റെ സ്വർഗം. ഇവിടെ എല്ലാ രീതിയിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിനും മുന്നോട്ട് വെക്കുന്ന ഒരു നല്ലൊരു മെസ്സേജ് കൂടെയാണ് IFFK എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീ എന്ന മറനീക്കി പുരുഷൻ എന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിൽ ഏറെ അവഗണനയും ഒറ്റപ്പെടലുകളും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും അവൻ്റെ ആഗ്രഹങ്ങളെ തോൽപ്പിക്കാനാവില്ല. ആക്ച്വലി ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ ഡബ്ബിങ്ങിൽ മാത്രം ഒതുങ്ങണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങൾ ഡബ്ബിംഗ് എന്ന് ഒതുക്കാൻ പറ്റത്തില്ല. ശബ്ദത്തിൻ്റെ മേഖലയിൽ ചെയ്യണം എന്നുള്ളതാണ്. നല്ലൊരു മികച്ച പ്രകടനം വേണം എന്നുള്ളതാണ്. സിനിമയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. മാറിയ ശബ്ദത്തിൽ ജീവിതം പടുത്തുയർത്തണമെന്നതാണ് അലൻ്റെ മോഹം. മാറ്റം ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും സംഭവിക്കില്ല. അതിന് കുറേ സമയം എടുക്കും. പക്ഷേ കുറച്ച് പുതിയ തലമുറകൾ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. തൻ്റെ സത്വത്തെ അംഗീകരിക്കാത്ത കപടലോകത്ത് നിന്ന് ചേർത്തു നിർത്തലിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കുകയാണ് ചലച്ചിത്രമേളയിലെത്തിയ അലൻ. മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പൊരു തഴുകുമൊരു തൂവൽ തെന്നലേ. ജാതിമത ലിംഗഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുക. മാനവികതയുടെ വലിയ പാഠമാണ് ഓരോ IFFK വേദികളിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്നത്. സജികുമാറിനൊപ്പം അഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.